ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. നമുക്ക് പലപ്പോഴും ഹിന്ദു മത ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ചില മുൻവിധികളുണ്ട്. അതാദ്യം നാം എടുത്തു മാറ്റണം. ഇതര മതങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഹിന്ദുമതം അതിൻ്റെ ഗ്രന്ഥങ്ങളെ പ്രചരിപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു തെറ്റിദ്ധാരണ പൊതുവെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. ഇതര മതങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ പ്രധാനമായും നമ്മൾ കാണുന്നത് അവരുടെ പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് മനുഷ്യപാപം കഴുകാൻ വേണ്ടി വന്ന അവരുടെ ദൈവപുത്രൻ്റെയോ വീരകൃത്യങ്ങൾ, സാഹസങ്ങൾ, അതേപോലെ തന്നെ ആ ദൈവദൂതൻ ദൈവത്തിൻ്റേതെന്ന് പറയപ്പെടുന്ന തനിക്ക് കിട്ടിയ അരുളപ്പാടുകൾ അവരുടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അതിൽ. ഒന്ന് വീരകൃത്യം, രണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് കൽപ്പനകളായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതര മതങ്ങൾ അതെല്ലാം അന്ധമായി വിശ്വസിച്ച് അത് അവർ ആചരിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. ഹിന്ദുമതം ടോട്ടലി അങ്ങനെയല്ല. കൃഷ്ണൻ്റെ കുറേ വീരകൃത്യങ്ങൾ ഭാഗവതത്തിലുണ്ടെങ്കിലും കൃഷ്ണൻ ഒരിക്കലും നമ്മളോട് അദ്ദേഹത്തിൻ്റെ കുറേ ഉപദേശങ്ങളല്ല അനുസരിക്കാൻ പറഞ്ഞത്. ഭഗവാൻ കൃഷ്ണൻ ഗീതയിലൂടെയും ഭാഗവതത്തിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നത് തീർത്തും മനഃശാസ്ത്രപരവും യുക്തിനിഷ്ഠവും അതുപോലെ തന്നെ വെരി മച്ച് റാഷണലായിട്ടുള്ള, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നത് ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കീറി മുറിച്ച് പരിശോധിക്കാവുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണ്, സത്യങ്ങളാണ്. അതാണ് ഗീതയുടെ മഹത്വം, അതാണ് ഭാഗവതത്തിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് മറ്റു മതഗ്രന്ഥങ്ങളെക്കാൾ ഈ കൃതികളെല്ലാം സർവൈവ് ചെയ്തതും ഇനിയും സർവൈവ് ചെയ്യാൻ പോകുന്നതും. ഇപ്പോൾ ഭാഗവതത്തിൻ്റെയൊക്കെ പ്രചാരം നോക്കൂ നിങ്ങൾ, ഗീതയുടെയൊക്കെ പ്രചാരം കൂടി വരികയാണ്. കാരണം ഇതാണ്. കാരണം അത് മനുഷ്യ ജീവിതത്തിൽ നൽകുന്ന ആ ഊർജം, പ്രചോദനം, ആ ശക്തി. അപ്പം അതുകൊണ്ട് ഗീത പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നാം യുക്തിനിഷ്ഠമായി വളരെയധികം സയൻറ്റിഫിക്കലി നമ്മളെ തന്നെയാണ് നാം പഠിക്കുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അന്ധമായി അനുസരിക്കുകയല്ല. ദൈവം നിങ്ങളോട് അത് ചെയ്യാൻ പറഞ്ഞു, ഇത് ചെയ്യാൻ പറഞ്ഞു, ദൈവം ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ദൈവം ഞങ്ങളോട് അത് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെയുള്ളതല്ല ഇത്. ഇവിടെ നിങ്ങളോട് അന്ധമായി ഒന്നും പറഞ്ഞു തരുന്നില്ല. ഇവിടെ നിങ്ങളോട് പറയണത് നിങ്ങളറിയുക നിങ്ങളാരെന്ന്, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കേട്ടിട്ടില്ലേ? ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആരാണെന്ന്. അപ്പോൾ നാം എന്താ മനസ്സിലാക്കുന്നത്? നാം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന പല ധാരണകളും തെറ്റാണെന്ന് ഗീത പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തേ എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലാവാത്തതിന് കാരണം കഴിവും മറിവും സാമ്പത്തികമൊക്കെ, ചിലർ പെട്ടെന്ന് സമ്പാദിക്കുന്നു, ചിലർ പെട്ടെന്ന് തകർന്നു പോകുന്നു, ചിലർ കഴിവുള്ളവരാകുന്നു, ചിലരുടെ കഴിവ് കള്ളുകുടിച്ചും വേണ്ടാധീനവും ചെയ്ത് അവർ നശിപ്പിക്കുന്നു. എന്തേ ചിലർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, ചിലർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഗീത പഠിക്കണം. അപ്പം നാം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച പോലെ വളരുന്നില്ല, വികസിക്കുന്നില്ല? അപ്പോൾ അതിനുള്ള കാരണം ഗീത പഠിപ്പിക്കുന്നത് നാം എന്ന് പറയുന്ന ബോധമനസ്സിപ്പോൾ ചില ഗുണങ്ങളുടെ നിയന്ത്രണത്തിന് വിധേയമായിരിക്കണം. ഈ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ദൈവം എന്തോ ഗുണം നിങ്ങളുടെ തലയിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നു. ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതും തെറ്റിദ്ധരിക്കരുത് എന്തോ നല്ല ഗുണങ്ങളാണെന്ന്. ഇവിടെ പറയുന്നത് നിങ്ങളെ സങ്കുചിതരാക്കുന്ന, കഴിവില്ലാതെയാക്കുന്ന, കഴിവിനെ കെട്ടടക്കുന്ന നിങ്ങളുടെ എല്ലാ സാമർഥ്യങ്ങളെയും നിങ്ങളുടെ സാധ്യതകളെയൊക്കെ അങ്ങനെ ഉൾവലിയിപ്പിക്കുന്ന ചില നിങ്ങൾക്ക് തന്നെ പ്രതിബന്ധങ്ങളുണ്ടാക്കുന്ന തടസ്സങ്ങളെയാണ് ഇവിടെ ഗുണങ്ങളെന്ന് പറയുന്നത്. ഈ ഗുണം ദൈവം നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയതല്ല. പിന്നെ ഇതെങ്ങനെ വന്നു? നമ്മൾ തന്നെ ഓവർ ആൻഡ് ഓവർ ചിന്തിച്ച് നമ്മുടെ ജീവിത രീതി കൊണ്ട് രൂപപ്പെടുത്തുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് അതിനെ ഗുണകർമ്മം എന്ന് പറയുന്നത്. ഗുണകർമ്മം എന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങളും അതുപോലെ തന്നെ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളും, അതായത് സ്വഭാവവും സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളും. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങളും
ആ സ്വഭാവത്തിനനുസരിച്ചുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ ശീലങ്ങളും ആ ശീലത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളൊക്കെ നമ്മളിൽ പല വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്നുണ്ട്. ഇത് നാം അറിയണം. ഇപ്പം നിങ്ങൾ അലസരായി ജീവിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ, അലസത ചിന്തിക്കുകയും അലസത ശീലിക്കുകയും ചെയ്താൽ, അലസ പ്രവർത്തിക്കുകയും ചെയ്താൽ ക്രമേണ കഴിവില്ലാത്തൊരു വ്യക്തിത്വം നിങ്ങളിൽ നിന്ന് രൂപപ്പെടും. അതുപോലെ ആവശ്യമില്ലാതെ അസ്വസ്ഥരായി വളരെ വെപ്രാളവും കാണിച്ച് പരിഭ്രമിച്ച് ജീവിച്ചാൽ കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകാഗ്രത ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാകും. അതുപോലെ തൊട്ടതിനും പെട്ടതിനൊക്കെ നിങ്ങൾ സെൻറ്റി അടിക്കാൻ തുടങ്ങിയാൽ വിഷമം, അസ്വസ്ഥത, കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നിനെയും നേരിടാനുള്ള കരുത്തുണ്ടാവില്ല. അപ്പോൾ എന്ത് വേണം? നമുക്ക് ഇതിൻ്റെയെല്ലാം പൊരുളറിയണം. ഓരോ വ്യക്തിയും അവരാരാവണം എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ചില സ്വഭാവങ്ങളുടെ, അനുവർത്തിച്ച ശീലങ്ങളുടെ ആകത്തുകയാണ് ആ വ്യക്തി. ഞാൻ ചിന്തിക്കുകയും ഞാൻ ശീലിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് എന്നെ ഞാനാക്കി മാറ്റുന്നത്. അപ്പോൾ ഒരാളിൽ നിന്നൊരു ശ്രേഷ്ഠനായ വ്യക്തിത്വം ഉണ്ടാവണമെങ്കിൽ ചിന്തകളും ശീലങ്ങളും, അതായത് നമ്മുടെ പ്രവൃത്തികളും മാറണം. ഈ ചിന്തകളെയാണ് ഗുണങ്ങളെന്നും ശീലങ്ങളെയാണ് കർമ്മമെന്നും ഗീത പരിചയപ്പെടുന്നത്. അപ്പോൾ ഗുണകർമ്മം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ചിന്തകൾ, രണ്ട് ശീലങ്ങൾ. അപ്പോൾ ചിന്തകളും ശീലങ്ങളുമാണ് നമ്മളെ ഓരോ വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നത്. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ ഇവിടെ പറയാണ്, തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ തത്വവിത്ത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവണം, ഞാൻ എന്താണ് കഴിവില്ലാതെ പോയത്, ഞാൻ എന്താണ് വളരെ റെസ്റ്റ്ലെസ് ആവുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഡൗൺ ആവുന്നത്, എന്തേ എനിക്ക് മുന്നിൽ നടക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് ചെയ്യാനുള്ള ആത്മധൈര്യം, പ്രചോദനം, ഊർജം ഇല്ലാതായത്, ഇതിനെന്താ കാരണം? ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഓടുന്നത്. നമ്മൾ ആരുടെയൊക്കെയോ തലയിൽ വെച്ച് കിട്ടുകയാണ്, കേതുവിൻ്റെ അപഹാരമാണ്, ശനിയുടെ അപഹാരമാണ്. നമ്മുടെ അപഹാരമാണ് നമ്മൾ കാണുന്നില്ല, നമ്മുടെ കയ്യിലിരിപ്പാണ് നമ്മൾ അറിയുന്നേയില്ല. നാം എപ്രകാരം അപ്രകാരമായിരിക്കും പുറത്തുള്ള ബാഹ്യ പരിതസ്ഥിതികൾ. അപ്പം അതുകൊണ്ട് നിങ്ങളിതിന് പരിഹാരം അന്വേഷിച്ച് എവിടെ ഓടി നടന്നിട്ടും കാര്യമില്ല. അതാണ് കൃഷ്ണൻ ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ 23-ാം അധ്യായത്തിൽ 43-ാം ശ്ലോകത്തിൽ നമ്മൾ ഓർമ്മിപ്പിച്ചത്. നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത്. എൻ്റെ ദുഃഖത്തിന് കാരണം എൻ്റെ ചുറ്റുപാടല്ല, എൻ്റെ കൂടെയുള്ളവരല്ല. അവരെന്നെ വിഷമിപ്പിക്കുന്നുണ്ടാവും, അവരെന്നെ തളർത്തുന്ന ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവും, അവരെന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരല്ല എന്നെ തളർത്തുന്നത്. ഗൃഹകർമ്മകാലം, ദൈവം, ഇവരാരുമല്ല. പിന്നെ സർവേ, എല്ലാം മനഃപരം കാരണം, എൻ്റെ മനസ്സാണ് കാരണം. ഇതാണ് നാം തത്വം മനസ്സിലാക്കേണ്ടത്. മനസ്സാണ് എൻ്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞാൽ, എന്നെ അലട്ടുന്ന പ്രശ്നങ്ങളെ ഞാൻ ചിന്തിച്ച് അത് തന്നെ ആവർത്തിച്ച് സ്മരിച്ച് ഓർത്ത് ജീവിച്ചാൽ അതെൻ്റെ വ്യക്തിത്വത്തെ മുഴുവൻ ഡൗണാക്കും എന്നത് നാം അറിഞ്ഞിരിക്കണം. അപ്പം നാം അനാവശ്യമായ ചിന്തകൾ അങ്ങോട്ട് അതിനുള്ള ഒരു ഫ്രീഡം നമ്മുടെ മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യ ചിന്തകൾ അവശതയിലേക്ക് നയിക്കും. അതെപ്പോഴും ഓർക്കുക, അനാവശ്യ ചിന്തകൾ അവശരാക്കും. പിന്നീട് നാം ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് അതിൻ്റെ റിസൾട്ടാണ്. അവശരാവുക എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരായിത്തീരുക, ഒന്നിനും പറ്റാത്തവരായിത്തീരുക. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നമുക്കത് കാണാം. അവിടെ കർണൻ യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രംഗം എന്ന് പറഞ്ഞാൽ ദുര്യോധനനെ സംബന്ധിച്ച് ഇനി കർണൻ മാത്രമേ ആശ്രയുള്ളൂ. ഭീഷ്മർ വീണു, ദ്രോണർ മരിച്ചു, അതിനുശേഷമുള്ള സകല അവരുടെ ശക്തി കേന്ദ്രങ്ങളും തകർന്ന് ദുശാസനം തുടങ്ങിയതൊക്കെ പോയി കഴിഞ്ഞു. ഇനി കർണനാണുള്ളൊരു പിടിവള്ളി. ആ കർണന്
യുദ്ധത്തിൽ ഒരാവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ, കൃഷ്ണനെ പോലുള്ള ഒരു തേരാളിയെ കിട്ടണം, സാരഥിയെ കിട്ടണം. അപ്പം അന്ന് കൃഷ്ണനെ പോലെ 5 കുതിരകൾ കൂട്ടിയ തേരോടിക്കാനുള്ള കഴിവുള്ള ഒരേ ഒരാൾ ശല്യരായിരുന്നു. പക്ഷേ ശല്യർക്ക് കർണനെ കണ്ടുകൂടാ. ശല്യർക്ക് കർണൻ എന്ന് പറഞ്ഞാൽ അത്ര ശല്യമായിരുന്നു. അങ്ങനെ കർണനെ തേരോടിക്കാൻ വേണ്ടി ശല്യരെ ദുര്യോധനനെ ഏർപ്പാടാക്കി. ഹേയ്, കർണൻ യൂസ്ലെസ്, ഞാനാവില്ല എന്ന്. അങ്ങനെ കർണൻ്റെ കുറേ കുറ്റം പറഞ്ഞപ്പോൾ ഉടനെ ദുര്യോധനൻ വാള് എടുത്തിട്ട് പറഞ്ഞു, ശല്യരെ ഇവിടുന്ന് വേണോ മരണം അതോ യുദ്ധക്കളത്തിൽ നിന്ന് വേണോ? ശല്യർ പറഞ്ഞു, നിൻ്റെ വാളുകൊണ്ട് മരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഞാൻ കൃഷ്ണനെ കണ്ടു മരിച്ചോളാം. അങ്ങനെയാണ് ഈ സാരഥ്യം ഏറ്റെടുക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക്, യുദ്ധക്കളത്തിലേക്ക് പോകുന്ന വഴിക്ക്, കർണ നീ ആയുധമൊക്കെ എടുത്തിട്ടുണ്ടോ? കർണൻ പറഞ്ഞൊന്നും മിണ്ടാതിരിക്കൂ. ഹേയ്, ഉപയോഗിക്കാൻ അറിയാത്തവൻ എടുത്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ എന്ന്. ഇങ്ങനെ കർണനെ ചൊറിയാൻ തുടങ്ങി. അല്ലെങ്കിൽ നീ ഏത് യുദ്ധമാണ് ചെയ്തത്? ആരോടാ യുദ്ധം ചെയ്തത്? നിനക്കെന്ത് യുദ്ധത്തിൻ്റെ പാരമ്പര്യമുണ്ട്? എന്നൊക്കെ പറഞ്ഞ ഈ കർണനെ അങ്ങനെ പരിഹസിച്ച് എന്നിട്ട് പറഞ്ഞു, നീ പാണ്ഡവരോട് യുദ്ധം ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ട് തോറ്റ് അവിടുന്ന് സ്ഥലം കാലി വയ്ക്കുന്നൊക്കെ കേട്ടല്ലോ, എന്തേ നീ നേരിടാഞ്ഞത്? എന്തേ നിനക്ക് കരുത്തുണ്ടായിരുന്നില്ലേ? എന്നൊക്കെ അങ്ങനെ കുറ്റം പറഞ്ഞ് കർണൻ യുദ്ധഭൂമിയിലെത്തുമ്പോൾ കർണൻ മാനസികമായി തളർന്നുപോയി. അപ്പോൾ ഈ തരത്തിൽ തളർത്താൻ സമൂഹത്തിന് പറ്റിയെന്ന് വരാം, ചുറ്റുപാടിന് പറ്റിയെന്ന് വരാം. എന്നാൽ കൃഷ്ണനെപ്പോലുള്ള ഒരു ഗുരുവിനെ കിട്ടിയപ്പോൾ അർജുനൻ തൻ്റെ സാഹചര്യം കൊണ്ടുണ്ടായ ചില മാനസിക പ്രക്ഷുബ്ധതയിൽ നിന്നും പുറത്തു കടന്ന പോലെ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുമെന്ന് എപ്പോഴും നാം ഓർക്കുക. നാം എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് ചിന്തിക്കണം, അതിനാണ് നമുക്ക് സത്സംഗങ്ങൾ, കൂട്ടുകെട്ടുകൾ, അതിനാണ് നമുക്ക് കൃത്യനിഷ്ഠ അനുഷ്ഠാനം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയുമോ ഇതിലൊക്കെ എന്ത് കാര്യമെന്ന്? കാര്യമുണ്ട്. കാരണം എപ്പോഴാണ്, ഏത് തരം ചിന്തയാണ് നമ്മളെ ദുർബലപ്പെടുത്തുക എന്നറിയില്ല. ചില സാഹചര്യത്തിലുണ്ടല്ലോ മനുഷ്യൻ പല ചതിക്കുഴികളിലും വീണു പോകുന്ന അറിയില്ല. നമ്മൾ വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ പറ്റാതെ വരും. തച്ചോളിയോധനനെ ചതിക്കുന്നത് സ്വന്തം കുടുംബം തന്നെയാണ്, സ്വന്തം ആളുകളാണ്, അദ്ദേഹത്തിന് അനന്തരവൻ തന്നെയാണ്. അപ്പോൾ ആ അനന്തരവൻ ആരിൽ നിന്നോ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നും തന്നെ ഒരു ചതിക്കാണ് കൊണ്ടുപോകുന്നതെന്നും താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ശരിയായ ആയുധങ്ങളാണെന്നും അതിലൊക്കെ ചതിയില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തണമെങ്കിൽ അതൊക്കെ ഒരു വിവേകബുദ്ധി വേണമെന്നുണ്ടെങ്കിൽ അതിന് ചില അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്. നമുക്ക് രാമായണത്തിൽ അത് കാണാൻ സാധിക്കും. താരാദേവി എന്ന് പറയുന്ന ബാലിയുടെ ഭാര്യയെ തടുത്തുകൊണ്ട് പറയുന്നുണ്ട്, അരുത്, സുഗ്രീവൻ രണ്ടാമത് നിങ്ങളെ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ്റെ പിന്നിൽ അവനെ സഹായിക്കാൻ ആരുമുണ്ട്. കാരണം സ്വന്തം കരുത്തിൽ അവന് നിങ്ങളെ വെല്ലുവിളിക്കാൻ പറ്റില്ല. ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, ആ തിരിച്ചറിവ് എവിടെ മനുഷ്യന് നഷ്ടപ്പെടുന്നു അവിടെയാണ് മനുഷ്യൻ സ്വയം അധപ്പതിക്കുന്നത്. അപ്പം നമുക്ക് മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒരുപക്ഷെ തിരിച്ചറിവ് പലർക്കും ഉണ്ടാവുകയിരിക്കാം, എന്നാൽ അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവ് വേണ്ടേ? അതും പലർക്കും ഇല്ല. അത് പോട്ടെ, ഈ ഹാർട്ട് അറ്റാക്കൊക്കെ വീട്ടിൽ ചില സമയത്ത് ഹസ്ബൻഡിന് ഹാർട്ട് അറ്റാക്ക് വരികയാണ്, ശ്വാസം കിട്ടാതെ ആൾ കിടന്ന് പിടയുമ്പം ഭാര്യ എന്താ ചെയ്യണത്? സ്വന്തം അയ്യോ മനുഷ്യൻ പോയല്ലോ, ആരെങ്കിലും വരൂ എന്നാ ആ സ്വന്തം നെഞ്ചത്ത് അടിക്കണ അടിയാ ഭർത്താവിൻ്റെ നെഞ്ചത്ത് 4 എണ്ണം കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ആ മനുഷ്യന് ശ്വാസം കിട്ടും. അയാൾക്ക് ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുകയാണ്. നെഞ്ച് കിടന്ന് ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുമ്പോൾ ആ നെഞ്ചിന് 4 ഇടി ഇടിച്ചു കഴിഞ്ഞാൽ ശ്വാസം കയറി. അതിന് അയാളുടെ നെഞ്ചത്ത് അടിക്കില്ല, അല്ലാത്ത സമയത്ത് അടിക്കും. വേണ്ട സമയത്ത് അടിക്കില്ല. വേണ്ട സമയത്ത് അസുഖം, അയ്യോ എൻ്റെ ഭർത്താവ്, അവരവരുടെ നെഞ്ചത്താണ് അടിക്കുന്നത്. ആ നെഞ്ചത്ത് അടിക്കുന്നതിന് അവിടെ കൊടുത്താൽ പോരെ. ആ വിവേകം വേണ്ടേ? ഇനി അത് അടിക്കേണ്ടടുത്ത് അടിക്കുകയും വേണം, അടിക്കാൻ പാടില്ലാത്ത അടിക്കുകയും ചെയ്യരുത്. അത് ചില സമയത്തുണ്ടല്ലോ ഈ ഇലക്ട്രിക് ഷോക്കൊക്കെ കിട്ടിയ ആളെ നമ്മൾ
ആ ഇലക്ട്രിക് ഷോക്കിൽ ചിലപ്പോൾ കൈ വെച്ചിരിക്കുന്ന ആളെ പോയിട്ട് അയ്യോ കൈ കുടിയോട് പോയി കൈ പിടിച്ച് വലിക്കുമ്പോഴോ നമ്മളിങ്ങോട്ട് ഇങ്ങനെ വിറയ്ക്കുക. അപ്പോൾ നമുക്കറിയണം എവിടെയാണ് എന്താണ് കാര്യങ്ങൾ നടക്കുന്നത്. എടുത്തുചാട്ടാണല്ലോ പലപ്പോഴും അപകടത്തിലാവുന്നത്. അപ്പം അതുകൊണ്ട് നാം നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കി ജീവിക്കണം എന്ന് കൃഷ്ണൻ പറയുകയാണ്. തത്വവിത്ത് മഹാബാഹോ, തത്വം. അപ്പം എന്താണ് ഈ തത്വം? എന്താ മനസ്സ്? ആലസ്യത്തിന് കാരണം, ആലസ്യം നിൽക്കുന്നതിന് കാരണം കൃത്യനിഷ്ഠ ഇല്ലാത്തത് കൊണ്ടാണ്. ആ തത്വം നാം അറിയണം, അതിൻ്റെ പരിഹാരം നാം അറിയണം. എന്താ മനസ്സ് അസ്വസ്ഥമാവാൻ കാരണം? മനസ്സിനൊന്നിനും ഒരു ഏകാഗ്രത കിട്ടാത്തൊരു മൂഡില്ലാത്തതിന് കാരണം, ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന് കാരണം അനുഷ്ഠാനമില്ലാത്തതാണ്. എന്തേ മനസ്സ് വളരെ പെട്ടെന്ന് ഡൗൺ ആവാൻ കാരണം? കാരണം മനസ്സിനൊരു സേവ, ഒരു മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന അത്തരത്തിലുള്ള സത്ചിന്തകൾ, സത്പ്രവൃത്തികളില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഈ തരത്തിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെയും അതിനുള്ള പരിഹാരങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ മറികടക്കാൻ കൃത്യനിഷ്ഠ, അനുഷ്ഠാനം, സേവനം, ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ക്രമേണ, ഒറ്റയടിക്ക് പറ്റില്ല. കാരണം മനസ്സിലുള്ള പല സ്വഭാവങ്ങളും എത്രയോ കാലങ്ങളായിട്ട്, ജന്മങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. ഓവർ എ പീരീഡ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. ചിലപ്പോൾ ഇത്തിരി സമയമെടുത്താലും ഈ ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും സേവനഭാവം കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ അതിവർത്തിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ദൗർബല്യങ്ങളെ മറികടക്കാനുള്ള ശക്തി അന്തർലീനമായി എന്നിലുണ്ട്. അതാണ് ഈശ്വരത്വം. ആ അന്തർലീനമായി നമുക്ക് കിട്ടുന്ന കരുത്ത്, ശക്തി, പ്രചോദനം, ഊർജം, ഇത് നാം പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഊർജ്ജശക്തി പലപ്പോഴും ഡൗണും, നമ്മളുടെ ആലസ്യം, അസ്വസ്ഥത തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവമാണ്. അപ്പം അതെന്തേ ഇത്ര ഗൗരവമായത്? എന്തേ നമ്മുടെ ഊർജ്ജശക്തി കുറഞ്ഞു പോയത്? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. കുറേ കാലഘട്ടത്തിൻ്റെ ശീലങ്ങളാണ്, ഗുണകർമ്മങ്ങളാണ് നമ്മളങ്ങനെ ആക്കി തീർത്തത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും തുടക്കം കുറിച്ചേ പറ്റുള്ളൂ. ഒരു എന്താ പറയുക, സ്പോർട്സ്മാന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം ഓടി തീർക്കാൻ പറ്റില്ല. അപ്പം ഇന്നൊരു 5 കിലോമീറ്റർ ഓടി, നാളെ ഒരു 10 കിലോമീറ്റർ ഓടി, അങ്ങനെ ശീലങ്ങൾ ഉണ്ടാക്കുമ്പോൾ ക്രമേണ ഈ ഉള്ളിൽ മൂടിക്കെട്ടിക്കിടക്കുന്ന നമ്മളെ ദുർബലരാക്കുന്ന ചിന്തകളെ മറികടക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജതേ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരൊരിക്കലും ദുർബലരാകുന്നില്ല. അവർ അലസതയുണ്ടോ? മനസ്സിലായി ഇതെൻ്റെ കൃത്യനിഷ്ഠയുടെ കുറവാണ്. അവരതിനെ ഡിസിഷൻ എടുത്തുകൊണ്ട് ക്രമേണ നിന്ന് പുറത്ത് കിടക്കും. മനസ്സസ്വസ്ഥമാണോ? അവർ മനസ്സിലാക്കി മനസ്സിനെ ഉപാസന കൊണ്ട് മാത്രമേ സ്വസ്ഥമാക്കാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്തേ പറ്റുള്ളൂ, എനിക്കിത് പരിഹരിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു ജ്യോത്സ്യനോ ഒരു ദൈവത്തിനോ ഒരു പൂജാരിയോ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. ഒരു പള്ളിയിലച്ഛനോ ഒരു ഇമാമും വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. ഞാൻ തന്നെ വിചാരിക്കണം. ഇതുപോലെ മനസ്സ് പെട്ടെന്ന് വിഷമങ്ങളും ദുഃഖങ്ങളും കൊണ്ട് ഡിപ്രഷനാവുന്നുവെങ്കിൽ ആ ഡിപ്രഷന് ഞാൻ കാരണക്കാരനാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനെന്ത് വേണം? മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാൻ, സന്തോഷം കിട്ടാൻ ഞാൻ എൻ്റെ ജീവിത രീതികളൊന്ന് മാറ്റിയാൽ മതി. അപ്പം ഇങ്ങനെ നാം ഒരു ജീവിത രീതികളെ മാറ്റിയെടുക്കാനുള്ള ഒരു ചെറിയ തുടക്കം തുടങ്ങിയാൽ പോലും, ഗീതയിലെ 2-ാം അധ്യായത്തിൽ പറയുന്നത് സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൽ. അങ്ങനെ നാം ചെറിയ രീതി തുടങ്ങിയാൽ പോലും ക്രമേണ നമുക്ക് ഇതിനെ അതിവർത്തിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ദൗർബല്യങ്ങളും കരുത്തുമായി തീരുന്നത്. ശീലങ്ങൾ നമ്മുടെ തീരുമാനത്തിൽ നിന്നുണ്ടാവുന്നതാണ്. നിങ്ങളെടുക്കുന്ന തീരുമാനം, നിങ്ങളൊരു കൃത്യനിഷ്ഠമായി എണീക്കണം, ഇത്രയും ജപം ഞാൻ ജപിക്കും, ആ രീതിയിലുള്ള ഡിസിഷൻ എടുത്തുകൊണ്ട് അത്തരം ശീലങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വികാസം, ഉയർച്ച നിങ്ങൾക്ക് കാണും. അതല്ല നിങ്ങളുടെ പഴയ ശീലങ്ങൾ, ഞാൻ ഉറങ്ങിയ ഇപ്പം എന്താ ചിലവ്, ആർക്കാ ഒരു നഷ്ടം, ഞാൻ ആരുടെ ചിലവിലല്ലോ കടന്നുറങ്ങണത്, എനിക്കിപ്പം വിഷമം വന്നു, ഞാനിപ്പം വിഷമിക്കണേ, നിങ്ങൾക്കെന്താ ചിലവ്, നിങ്ങളുടെ ചിലവിലല്ലോ. ഈ തരത്തിൽ കോംപ്രമൈസ് ചെയ്ത്
സ്വയം ജസ്റ്റിഫൈ ചെയ്ത് എന്നിട്ട് അവനവൻ്റെ ദൗർബല്യങ്ങളെ ന്യായീകരിക്കുന്ന ഒരു തരം ന്യായീകരണ തൊഴിലാളി ഉണ്ടല്ലോ, ഒന്നാവാൻ പറ്റില്ല. കാരണം അവരത്രമാത്രം അവർ ജസ്റ്റിഫൈ ചെയ്ത് ശീലിച്ചു പോയി. ഞാൻ അങ്ങനെയാണ്, എനിക്കങ്ങനെ പറ്റുള്ളൂ, ഞാൻ എങ്ങനെ ജീവിക്കുള്ളൂ, നിങ്ങളുടെ ചിലവിലാണ്, ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് ഓരോ വ്യക്തിയും എങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാവണമെന്ന് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. നിങ്ങൾക്ക് സ്വന്തം മനസ്സിനെ നോക്കിക്കൊണ്ട് ദൗർബല്യങ്ങളെ തിരിച്ചറിയാം, ആലസ്യത്തെ മനസ്സിലാക്കാം, മനസ്സിൻ്റെ അസ്വസ്ഥതകളെ മനസ്സിലാക്കാം, നിങ്ങളുടെ ദൗർബല്യങ്ങളെ, നിങ്ങളുടെ മാനസികമായ വിഷമങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനെ മറികടക്കാനുള്ള കൃത്യമായ പദ്ധതികൾ, പരിശീലന പ്രക്രിയകൾ നാം കൊണ്ടു നടന്നാൽ ഒരു കാലം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ പരിശീലനം കൊണ്ടാണ് എനിക്കിതിനെയൊക്കെ മറികടക്കാൻ സാധിച്ചതെന്ന പരമസത്യം നാം തിരിച്ചറിയും. അപ്പം അതുകൊണ്ട് ഉള്ളിലേക്ക് നോക്കി, ഉള്ളിൽ പരിവർത്തനം വരുത്തി, ഉള്ളിൽ നാം നമ്മുടെ ജീവിതത്തെ ഉയർത്തിയെടുക്കണം എന്ന് കൃഷ്ണൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തൊരു സത്യമാണ് കൃഷ്ണൻ പറയുന്നത് നോക്കൂ. ഇതെല്ലാവർക്കും സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, നാം രണ്ട് വ്യക്തിത്വം നിറഞ്ഞാണ്. അതായത് പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന കഴിവും അറിവും ശക്തിയുമുള്ള ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റി നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എന്നാൽ ശീലങ്ങളിലൂടെ കടന്നു വന്ന് ഉള്ളിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ട ദൗർബല്യങ്ങൾ, ആലസ്യമുണ്ട്, അനാവശ്യ ചിന്തകളുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് വിഷമം വരുന്ന വളരെ സെൻസിറ്റീവായ മൈൻഡുണ്ട് നമുക്ക്. അപ്പോൾ ഇത് രണ്ടും, നമ്മുടെ വീക്ക്നെസ് പാർട്ടും നമ്മുടെ പോസിറ്റീവ് പാർട്ടും നമുക്ക് ക്രിസ്റ്റൽ ക്ലിയറായി കാണാൻ പറ്റണം. പോസിറ്റീവ് പാർട്ട് എപ്പോഴും ഒരു ഹയർ ലെവലിലാണ്, അതുകൊണ്ടാണ് അതിനെ ബോധമനസ്സെന്ന് വിളിക്കുന്നത്. നമ്മുടെ നെഗറ്റീവ് പാർട്ട് എപ്പോഴും ഉപബോധ മനസ്സാണ്, സബ് കോൺഷ്യസ് മൈൻഡാണ്, അത് താഴെയാണ്. ഒന്ന് ഗ്രാവിറ്റിയാണ്, മറ്റേത് ഇലക്ട്രോ മാഗ്നറ്റിക് പവർ. ഇത് എളുപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ഭൂമിയുടെ ഗ്രാവിറ്റി, ഭൂമി എല്ലാറ്റിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്നു. ഇനി നിങ്ങൾ ഓരോ ഫലങ്ങളിലേക്ക് തെങ്ങ്, പ്ലാവ്, ഇങ്ങനെയൊക്കെയുള്ള മരങ്ങളൊക്കെ നോക്കൂ. അപ്പോൾ ആ ഒരു തെങ്ങിൽ ഒരുപാട് തേങ്ങ, ഓരോ തേങ്ങയുടെയും ചിലപ്പം വെയിറ്റ് നോക്കൂ നിങ്ങൾ. അപ്പം എത്ര തേങ്ങയാണ് അവിടെ ഒരു തെങ്ങിലങ്ങനെ നിൽക്കുന്നത്. അത് ചെറിയൊരു കൊലയിലാണ്, ചെറിയ കൊലയിൽ ചിലപ്പം 10ഉം 15ഉം തേങ്ങയൊക്കെ ഉള്ള വലിയ വലിയ കൊലകളൊക്കെ ഉണ്ടല്ലോ. ആ തേങ്ങ എന്തേ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ വീഴാത്തത്? എന്തേ ആ കണ്ണിക്ക് ചെറിയൊരു തെങ്ങിൻ്റെ കണ്ടില്ലേ തേങ്ങ, അത് നിൽക്കുന്നതിന് ചെറിയൊരു കണ്ണി, അത് അതിനേക്കാളും കട്ടിയുള്ള ഒരു കമ്പ് പോലുള്ളതിൽ നമ്മൾ കുല എന്ന് പറയും, തേങ്ങയുടെ ഒരു കുല, അതിൻ്റെ ആ ഒരു ചെറിയ ഒരു ശക്തി കുറഞ്ഞ സാധനം ഉണങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങോട്ട് കിഴിഞ്ഞു പോരും. അപ്പോൾ ആ ഒരു ചെറിയ കണ്ണിയിൽ ഇത്രയും തേങ്ങ നിൽക്കുമ്പോഴും ഭൂമിക്ക് എന്തേ വലിച്ചിടാൻ പറ്റാത്തത്? അപ്പോൾ ഈ ഭൂമിയുടെ ഗ്രാവിറ്റിയെപ്പോലും അതിൻ്റെ സ്വാധീനത്തിൽ പോലും വരാത്ത വിധത്തിൽ അതിൻ്റെ കണ്ണികളിലൂടെ ആ ഒരു തെങ്ങ് ആ തേങ്ങകളെ അവിടെ ഉറപ്പിച്ച് നിർത്തുമ്പോൾ അവിടെയും അതിനെ ഉറപ്പിച്ച് നിർത്താനുള്ളൊരു ശക്തിയില്ലേ, ഒരു ഉയർന്ന ശക്തിയില്ലേ? ഇതുപോലെ നാം നമ്മളിലേക്കും നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റണം, നമ്മുടെ ഉള്ളിലുള്ള ദുർബല ചിന്തകൾ ഒരു വശത്ത്, അതാണ് നമുക്ക് ആലസ്യവും അനാവശ്യ ചിന്തകളും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മാനസിക വിഷമങ്ങളും ഒക്കെ തരുന്നത്. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ നമുക്ക് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും അതുപോലെ തന്നെ സേവനവും കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് പരിവർത്തനം വരുത്താനുള്ള ശക്തിയുള്ളൊരു ബോധമനസ്സുമുണ്ട്. ഇതിൽ ഏത് ഭാഗത്തേക്കും തിരിയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യമുള്ളവരാണ്. നിങ്ങൾക്ക് നിങ്ങളെ ബോധപൂർവം പരിവർത്തനം വരുത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അബോധ മനസ്സിന് വിധേയമായിക്കൊണ്ട് ദുർബലരായി ജീവിക്കാം. ആരായി ജീവിക്കണം? അബോധ മനസ്സിന് വഴങ്ങിക്കൊണ്ട് ദുർബലരായി ജീവിക്കണോ, അതോ ബോധ മനസ്സിൻ്റെ കരുത്തിലേക്ക് ഉയരണോ? അങ്ങനെ ഉയരണമെങ്കിൽ ആദ്യം ഈ അബോധ മനസ്സിനെയും ബോധമനസ്സിനെയും മനസ്സിലാക്കിക്കൊണ്ട് ആ ബോധമനസ്സിനെ ഉണർത്തുന്ന, ഉയർത്തുന്ന, വികസിപ്പിക്കുന്ന
കൃത്യനിഷ്ഠ, അനുഷ്ഠാനം, അതുപോലെ സേവനം തുടങ്ങിയ സത് പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഗീത ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് നിങ്ങളെ പരിവർത്തനം വരുത്താൻ സാധിക്കും. വേറെ ഒരു ജ്യോത്സ്യനോ നിങ്ങൾ കാത്തിരിക്കേണ്ട, കണ്ടകശനി പോയി ഇനി ശുക്രദശ വരുന്നു പറഞ്ഞാൽ കാത്തിരിക്കേണ്ട, ഇവിടെ തന്നെ പറ്റും. ശീലങ്ങളൊന്ന് മാറ്റിയാൽ മതി, നിങ്ങളുടെ ജീവിത രീതിയിലൊരു മാറ്റം വരുത്തിയാൽ മതി. അപ്പം ആ രീതിയിൽ നമ്മൾ പരിവർത്തനം വരുത്താൻ തയ്യാറായാൽ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റിയെടുക്കാം എന്ന് ഗീത ഉറപ്പ് തരികയാണ്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അതുകൊണ്ട് ഈ ജീവിത തത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ. അല്ലെങ്കിൽ മറ്റുള്ളവർ വഴിതെറ്റാനുള്ള സാധ്യതകളുണ്ടെന്ന് ഗീത ഓർമ്മിപ്പിക്കാൻ. അത് വളരെ ശരിയുമാണ്. അതെന്താണത്? അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി.